എല്ലാവർക്കും ശ്രേയാസിലേക്ക് എൻ്റെ ഹാർദമായ സ്വാഗതം. ഇന്നെനിക്ക് പനിയാണ് ഗൈസ്. പനി നല്ല അസ്കിതയുണ്ട്. ഭയങ്കര പനി പിടിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ എൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. ഭയങ്കര പനിയാണ്. കാരണം ഇന്നലെ ഒരു കാലതാമസം ഉണ്ടായിരുന്നു. അന്ന് അമ്മ പ്രത്യേകം പറഞ്ഞു, മോനെ ഐസ്ക്രീം കഴിക്കരുത്. ഞാൻ ഞാൻ കഴിക്കത്തേ ഇല്ല എന്നും പറഞ്ഞ് നേരെ അവിടോട്ട് കയറി ചെന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞു, മോനെ ഐസ്ക്രീം. ഞാൻ ഇവിടെ ചുറ്റുപാടൊക്കെ നോക്കി, അവിടെ ഐസ്ക്രീമേ കാണുന്നില്ല. ഞാൻ ചോദിച്ചു, ഇവിടെ കാണുന്നില്ലല്ലോ. അങ്ങനെ അച്ഛൻ നോണ്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞപ്പോ അവര് കൊണ്ട് ഐസ്ക്രീം കണ്ടപ്പോ തന്നെ ക്രേസ് അടിച്ച്. ഞാൻ നേരെ അച്ഛൻ എന്റെ കയ്യിലോട്ട് ഞാൻ പറഞ്ഞ്, കഴിക്കണോ വേണ്ടേ എടുത്തേക്കാം, കഴിക്കട്ടെ. ഞാൻ കുഞ്ഞു രീതിയിൽ കഴിച്ചു. രണ്ടാമത് വേറെ ചേട്ടൻ എനിക്ക് ഒരെണ്ണം കൂടി തന്നു. അപ്പൊ ഞാൻ അതിന്റെ പകുതി മാത്രം കഴിച്ചു തന്നു. ഈ കേറി താമസം വരെ പല ചേച്ചിമാര് വരുമല്ലോ. അപ്പൊ ഈ ആ കേറി താമസത്തിൽ ആന്റിയുടെ ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഫ്രണ്ട്സ്. അപ്പൊ അവര് വന്നപ്പോ അവരുടെ കയ്യിൽ ഇതേമാതിരിയുള്ള കീ ചെയിന്, ലിപ്സ്റ്റിക്ക്, മാള മാല ഇതെല്ലാം. ഞാൻ അവരെ ശ്രദ്ധിക്കുന്നത്. അവൾ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു ചോദിച്ചു, ഇത് ഏത് ബ്രാൻഡാ, ഇത് എന്തിന്റെ വാച്ച്, അതെല്ലാം ചോദിച്ചു. എന്നിട്ട് അവളുടെ കയ്യിൽ തന്നെ ലിപ്സ്റ്റിക്ക് വാങ്ങി. എന്റെ വീട്ടിൽ കുറെ ലിപ്സ്റ്റിക് ഉണ്ട്, എങ്കിലും അവളെ ഒരെണ്ണം വാങ്ങി ഞാൻ വിട്ട്. ഇടാൻ മറന്നു വരാട്ടോ. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വിട്ട്. എന്നിട്ട് ഒരു സ്കീ ചേമ്പൾ ഉണ്ടായിരുന്നു, അതും ഇട്ടു. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾ എന്നെ വിട്ട് കഴിഞ്ഞാൽ കല്യാണം ഇപ്പൊ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ആദ്യം എനിക്കൊരു നാടോ മാരോ ഒന്നും കാണത്തില്ല. ഞാൻ അങ്ങ് ചോദിക്കും, നേരിട്ട് ചോദിക്കും, ചേച്ചി നിങ്ങൾ പള്ളിക്കാരാണോ അമ്പലക്കാരാണോ? അപ്പൊ നമ്മൾ ചോദിക്കും, അവര് പറയും അമ്പലക്കാര, അവര് പറയും. അപ്പൊ ഞാൻ എങ്ങനെ ചോദിക്കുന്നത് നിങ്ങളിപ്പോ വിചാരിക്കും. പള്ളിക്കാരാണെങ്കിൽ ബിരിയാണി, ഫ്രൈഡ് റൈസ് ഇതൊക്കെയല്ലേ അവര് കഴിക്കത്തുള്ളൂ. അവരുടെ കല്യാണം അതല്ലേ അവര് കേൾക്കത്തുള്ളൂ. ഈ അമ്പലക്കാരാണെങ്കിൽ പറയുന്നത് സദ്യ. നമുക്ക് അത് കണ്ടു എനിക്ക് പ്രാന്തായി. അത് കാരണം ഞാൻ അത് നേരത്തെ ചോദിക്കും. പണ്ടെങ്ങാണ്ട് ഞാൻ ഇങ്ങനെ എനിക്ക് മടിയായിരുന്നു. ഞാൻ ഈ അമ്പലക്കാരുടെ കല്യാണം വരുമ്പോ എനിക്ക് അങ്ങ് ഇഷ്ടമില്ല. എങ്കിലും അങ്ങ് പോയി ചെന്ന് കേറി കഴിയപ്പോ ഞാൻ അന്ന് ആ കയറി താമസത്തിന് പോയപ്പോ ഞാൻ എല്ലാവരും വീട്ടിലോട്ട് പോകുന്നത് എന്തായിരിക്കും നോക്കിയപ്പോ ബിരിയാണി. ഞാൻ നേരെ ഒരു സ്റ്റെപ്പ് അവിടെ കാണുമ്പോ സ്റ്റെപ്പ് കയറിയപ്പോ ബിരിയാണിയോ? അതെ. ഞാൻ പയ്യെ പറഞ്ഞു, കൊച്ചൊന്നും മിണ്ടാണ്ടിരുന്നേ. ഭയങ്കര ഇഷ്ടമാട്ടോ ബിരിയാണി, ഭയങ്കര ഇഷ്ടം. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ നിങ്ങൾ എല്ലാരും മീൻകാരിനെ കണ്ടു കാണോ? അങ്ങനെ പ്രതീക്ഷ ഞാൻ ഇരിക്കുന്നു. 724ാമത്തെ എപ്പിസോഡ് ഒന്നും കൂടി ഓരോന്നൊക്കെയാണ്. ഉണ്ടെങ്കിലും എനിക്കറിയത്തില്ല. അത് കാണി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അത് കാണുക. 664ാമത്തെ എപ്പിസോഡും കാണുക. 2 എപ്പിസോഡും പോടി ഉഗ്രനായിരുന്നു. 3ാമത്തെ എനിക്ക് ബമ്പർ അടിച്ചു. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. 10,000 രൂപയാണ് ബമ്പർ കിട്ടുമ്പോൾ. അതൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടൗസ് വരുമ്പോ. ബിരിയാണി ആണെങ്കിൽ അതികം സന്തോഷം. ഈ ഐസ്ക്രീം വാങ്ങുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്നറിയാം, ഈ കപ്പിലുള്ള ഐസ്ക്രീം അല്ല അവർ തരുന്നത്. എൻ്റെ ഒടുക്കത്തൊരു സംശയം, ഈ കപ്പിലുള്ള ഐസ്ക്രീം അത് ഞാൻ ഇപ്പൊ അവിടെ വെക്കാം, നമുക്ക് അവിടെ വെക്കട്ടെ. ഞാൻ വേറൊരു കാര്യം, കല്യാണത്തിന് അവിടെ ചെന്നിട്ട് ഞാൻ ഈ ചിക്കൻ കാല് കടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കടിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ആൾക്കാരല്ലേ, പബ്ലിക്കല്ലേ, വീട്ടടിക്കാം കഴിക്കാൻ പറ്റൂല. ആരും ഇല്ലല്ലോ, നമുക്ക് ആ വീട്ടുകാരല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഈ നാട്ടുകാരുള്ളപ്പോ നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ചേട്ടൻ വന്നിരുന്നത് പറഞ്ഞ് ഓന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചേട്ടൻ കഴിച്ചോളാം, സമാധാനത്തോടെ കഴിച്ചോണ്ട് പറയാം. ഞങ്ങൾക്ക് വലിച്ചു വാരി കഴിച്ച് ആരും അങ്ങനെ നോക്കില്ല. വലിച്ചു വാരി എന്ന് വെച്ചാൽ ഇങ്ങനെയല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതായത് കഴിച്ചു. എനിക്ക് അതാണ് ഇഷ്ടം. ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എന്താ ചോദിച്ചാൽ ഈ കപ്പിലുള്ള ഐസ്ക്രീം എനിക്ക് വലിയ താല്പര്യമില്ല അങ്ങോട്ട്. ഇത് കോൺ ഐസ്ക്രീം അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പൊ ഇത്രയുള്ള എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. സൺഡേ ആണ്, കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് നിർത്തുകയാണ്. ബൈ ബൈ.